അപ്പോൾ ആ ചന്ദ്രൻ്റെ ആ ഒരു ധ്യാന ശ്ലോകമുണ്ട്, പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ചന്ദ്രൻ്റെ പ്രാർത്ഥനാ മണ്ഡപങ്ങളിൽ എന്താണ് നേരെ പറഞ്ഞിട്ട് ചന്ദ്രനെ ആരാധിക്കാനുള്ള ഏറ്റവും എളുപ്പമായിരിക്കുന്ന മന്ത്രമാണ് എന്ന് തിങ്കളാഴ്ച പറഞ്ഞാൽ ദുർഗ പ്രസാദിക്കും, അതേപോലെ ചന്ദ്രനും പ്രസാദിക്കും. ഓം നമോ നാരായണായ. നവഗ്രഹങ്ങളെ ആരാധിച്ചാൽ അതിൻ്റേതായിരിക്കുന്ന ഫലങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൽ ആ കൂട്ടത്തിൽ നേരെ സൂര്യനെ നമ്മൾ ഗ്രഹമായിട്ടാണ് കൂട്ടുക. സാധാരണഗതിയിൽ സൂര്യൻ ഗ്രഹമല്ല, നക്ഷത്രമായിട്ടാണ് ശാസ്ത്രം പറയുക. പക്ഷേ നമ്മുടെ ജ്യോതിശാസ്ത്രം പറയുമ്പോൾ ഭാരതീയ ശാസ്ത്രത്തിൽ സൂര്യനെ ഗ്രഹമായിട്ട് പറയും. അപ്പോൾ അതിന് ആ സൂര്യസംബന്ധിയായിരിക്കുന്ന അസുഖങ്ങൾ വരുമ്പോഴാണ് നേരെ സൂര്യാരാധന നമ്മൾ ചെയ്യുന്നത്. പിന്നീട് വരുന്നത് സാധാരണഗതിയിൽ ആളുകൾക്ക് സംഭവിക്കുന്നതൊക്കെ തന്നെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് വരിക എന്ന്. അപ്പോൾ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മാനസികമായിരിക്കുന്ന വൈഷമ്യം പറഞ്ഞ് നേരെ മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രം മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ കൂടുതൽ അറിവുണ്ട്, പക്ഷെ അറിവുള്ളത് കൊണ്ടല്ല, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് ചെന്ന് നിൽക്കാനായിട്ട് ഉള്ളതായിരിക്കുന്ന ഒരു വിഷമം. അപ്പം അതിനാണ് ഈ പറഞ്ഞതായിരിക്കുന്ന നേരെ അവരൊരു വിഷാദ രോഗികളാണ് എന്ന് പറയാൻ കഴിയും. അപ്പം മറ്റുള്ളവരെ നേരെ അഭിമുഖീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഒരു ഇൻ്റർവ്യൂ, ഉദാഹരണത്തിന് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ടെസ്റ്റിൽ ഇപ്പോൾ ഉയർന്ന ജോലിയൊക്കെ വരുമ്പോൾ ഇപ്പോൾ നേരെ ഒരു ഹൈ എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ IAS പരീക്ഷ കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഉണ്ട്, അതേപോലെ IPS, അതേപോലെ ബാങ്കിലൊക്കെ തന്നെ ചില സമയത്തൊക്കെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, വലിയ കമ്പനികളുടെ ഉയർന്ന പോസ്റ്റുകളിലൊക്കെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ മുഖാമുഖം എന്നുള്ളതായിരിക്കുന്ന ആ ചടങ്ങിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ട എന്താണ്, നമുക്ക് നേരെ ആ വസ്തുവിനെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊരു കാര്യത്തെയും അഭിമുഖീകരിക്കാനുള്ളതായിരുന്ന കഴിവ് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അതേപോലെ കൂടുതലും ഇന്നത്തെ വ്യാവസായിക ലോകത്തിൽ ഇപ്പോൾ കച്ചവട ആ കാര്യങ്ങളിലൊക്കെ തന്നെ നേരെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ധാരാളം പേര് ഈ സെയിൽസ് മേഖലയിലുണ്ട്. അപ്പോൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവുമാരുണ്ട്, സെയിൽസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട്, അവരുടെ ആ വസ്തുവിനെ കുറിച്ചിട്ട് ബോധ്യപ്പെടുത്തണം എന്നാണ്. ബോധ്യപ്പെടുത്തിയിട്ട് വേണം അത് കച്ചവടമാക്കാനായിട്ട്. അതാണ് അവരുടെ ജോലിയുടെ വിജയം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നേരെ തൻ്റെ മുമ്പിലിരിക്കുന്നതായിരിക്കുന്ന ആ ആളുടെ മുമ്പിൽ നേരെ അവരുടെ ആ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് മനസ്സിന് വൈഷമ്യമില്ലാതെ പറയാൻ സാധിക്കണം. അപ്പം അതിന് ചന്ദ്രൻ ദുർബലനായിരിക്കുന്ന ഒരാൾക്കത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ നേരെ ഈ മാർക്കറ്റിംഗ് വേൾഡിൽ, ആദ്യത്തെ ഈ മാർക്കറ്റിംഗ് സമ്പ്രദായത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നേരെ മാർക്കറ്റിംഗ് മേഖലയിൽ ഉള്ള ബാലപാഠങ്ങളാണ്. മാർക്കറ്റിംഗ് മേഖലയിൽ പറയാന്ന് വെച്ചാൽ അവർക്ക് നേരെ ഇതിനെക്കുറിച്ച് അറിയില്ല. ഭാരതീയ ആചാര്യന്മാർക്കാണ് ഈ ചന്ദ്രൻ്റെ ബന്ധം അറിയാം. അപ്പോൾ മറ്റേ ഇംഗ്ലീഷ് സമ്പ്രദായത്തിലുള്ള മാർക്കറ്റിംഗ് മേഖലയിൽ നിന്ന് വന്ന ആളുകൾക്ക് അവർ പറയണമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നേരെ ഒരു കണ്ണാടിയുടെ, അപ്പോൾ പൂർണ്ണമായിരിക്കുന്ന ഒരു കണ്ണാടി, നമ്മുടെ ഫുൾ ശരീരം കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നേരെ കണ്ണടയ്ക്കാതെ ആ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടെന്ന് പറയും. അപ്പോൾ പറയണത് അത് നേരെ ഐ വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറയണം എന്നാണ് പറയുന്നത്. അതങ്ങനെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പറയണം. ഐ വിൽ ഗെറ്റ് ഇറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹിന്ദിയിൽ അതിന് ഹം ലോബ് കാമയാബ് എന്നാണ് പറയുന്നത്. ഹം ലോബ് കാമയാബ്. ഇത് നേരെ ഈ മാർക്കറ്റിംഗ് മേഖലകളിൽ പഠിക്കുന്നവർ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, നമുക്കൊരു നമ്മുടെ ഇൻ്റഗ്രിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ആത്മബോധം ഉണ്ടാകുന്നത്, ആത്മവിശ്വാസം ഉണ്ടാവും. അതാണ് അവിടുത്തെ. പക്ഷെ അത് എപ്പോഴും സാധിക്കണമെന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വരണമെന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വികാസം വരുന്നില്ല എന്നാണ്.
അപ്പം മനസ്സിന് നേരെ പൂർണ്ണമായിട്ട് വിടരണം നമ്മുടെ മനസ്സ്. എങ്കിൽ മനസ്സ് വിടർന്നാൽ മാത്രമേ മറ്റൊരാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമുക്ക് ആ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ പറയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഒരാളെ കണ്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല എന്നർത്ഥം. അതൊരു യോഗ്യത കുറവാണ്. അപ്പോൾ അതങ്ങനെ വരണ സമയത്ത് എന്ത് വേണം? ഏതിനെയും അഭിമുഖീകരിക്കാനുള്ള കഴിവാണ് ആധുനിക കാലത്ത് വേണ്ടത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ ചന്ദ്രനെ ആരാധിക്കണം എന്ന് പറയും. അപ്പോൾ മനസ്സിൻ്റെ ദേവതയാണ്. അപ്പോൾ മനസ്സിനെ ഉറപ്പിച്ചിട്ട് നമ്മുടെ ദൃഷ്ടികളും കാഴ്ചകളും അതേപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ദേവനാണ്. സകല ഇന്ദ്രിയങ്ങളുടെയും ദേവനാണ് ചന്ദ്രൻ. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും നേരെ ദൃഢമാക്കിയിട്ടാണ് നേരെ പറയേണ്ടതും ഉത്തരം കൊടുക്കേണ്ടതും അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കേണ്ടതും. അങ്ങനെ വരുമ്പോഴാണ് നേരെ ചന്ദ്രനെ ആരാധിക്കണം. അത് പൗർണമി പൂജയ്ക്ക് തന്നെ വേണമെന്നില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചന്ദ്രനെ കാണില്ല. പക്ഷെ ചന്ദ്രൻ ലോകത്തിലുണ്ട്. ചന്ദ്രൻ അസ്തമിക്കുന്നുമില്ല, ഉദിക്കുന്നുമില്ല. സൂര്യൻ്റെ പ്രഭ കൊണ്ട് ചന്ദ്രനെ നമ്മൾ കാണാതിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രനെ കണ്ടോ കണ്ടില്ലോ എന്നല്ല പ്രശ്നം, ചന്ദ്രനെ ആരാധിക്കണം. അപ്പോൾ ചന്ദ്രനെ ആരാധിക്കാൻ എന്താണ്? ചന്ദ്രനെ ആരാധിക്കാനായിട്ട് ചന്ദ്രൻ്റേതായിരിക്കുന്ന ധ്യാനങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളും ധാരാളമുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ നമ്മുടെ ഈ നവഗ്രഹ പ്രാർത്ഥനകളിൽ പെട്ടതായിരിക്കുന്നതാണ് ഈ ചന്ദ്രൻ്റെ ആരാധന എന്ന് പറയും. അപ്പോൾ ആ ചന്ദ്രൻ്റെ ആ ഒരു ധ്യാന ശ്ലോകമുണ്ട്, പ്രാർത്ഥനാ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ ചന്ദ്രൻ്റെ പ്രാർത്ഥനാ മണ്ഡപങ്ങളിൽ എന്താണ് നേരെ പറഞ്ഞിട്ട് ചന്ദ്രനെ ആരാധിക്കാനുള്ള ഏറ്റവും എളുപ്പമായിരിക്കുന്ന മന്ത്രമാണ് സോമായ നമ എന്നാണ് പറയുക. ഓം സോമായ നമ. അപ്പോൾ സോമായ എന്ന് വെച്ചാൽ ചന്ദ്രനായിക്കൊണ്ട് നമസ്കാരം. സോമൻ ചന്ദ്രനാണ്. അപ്പോൾ ഓം സോമായ നമ എന്നാണ് നേരെ ഏറ്റവും എളുപ്പമായിട്ട് ചന്ദ്രനെ പൂജിക്കുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കുന്ന പൂജാമന്ത്രം അതാണ്. അപ്പോൾ നേരെ അത് കിഴക്കോട്ട് നോക്കിയിട്ടിരിക്കാം, അതേപോലെ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാം. കാരണം കിഴക്കും പടിഞ്ഞാറുമാണ് ചന്ദ്രൻ സാധാരണ വരാറ്. അപ്പം അത് നേരെ ഓരോ വീടിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് ചിലപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കിഴക്കോട്ട് നോക്കിയിരിക്കുമ്പോൾ കിഴക്ക് ഭാഗത്താണ് ബാത്റൂമെങ്കിൽ അത് നിഷിദ്ധം. അപ്പോൾ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ദിക്ക് പ്രശ്നമല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ കുളിയെല്ലാം കഴിഞ്ഞാൽ നേരെ ഓം സോമായ നമ 108 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ നമ്മുടെ ഉള്ളിൽ ഉദിച്ചുയരുന്ന. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചന്ദ്രൻ ഉദിച്ചുയരാന്ന് വെച്ചാൽ മനസ്സിങ്ങനെ വിടരും. അപ്പോൾ അതാണ് നമുക്ക് ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. പിന്നീട് ആ ഓരോ ദിവസങ്ങളിങ്ങനെ പറഞ്ഞ് നേരെ ആ പൗർണമി ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ ചന്ദ്രനെ വന്നു കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി ദുർഗാ ഭഗവതിയെ ചന്ദ്രനിലൂടെ ആരാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന മനസ്സിൻ്റെ വികാസം ഉണ്ടാവും. ഏത് കാര്യങ്ങളും നമുക്ക് സാധിക്കുകയും ചെയ്യും. നമുക്ക് എവിടെയും അനായാസമായിട്ട് പറയാൻ സാധിക്കും. എത്ര വലിയ ജനക്കൂട്ടത്തെയും അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഉയർന്നതായിരിക്കുന്ന ഘട്ടങ്ങളിലുള്ളവർ നേരെ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മനസ്സ് വിടരുകയും ചെയ്യും, ആത്മവിശ്വാസം കൂടും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏതിനെയും നേരിടാനായിട്ട് സാധിക്കും. അതാണ് ചന്ദ്ര ആരാധനയെക്കുറിച്ച് പറയാം. അത് നേരെ ചന്ദ്രനെ ആരാധിക്കുമ്പോഴാണ്. അപ്പോൾ ചന്ദ്രനെ ആരാധിക്കാൻ പറ്റിയതായിരിക്കുന്ന ദിവസം ഏതാണ്? അപ്പോൾ അത് തിങ്കളാഴ്ചയാണെന്നാണ് പറയാം. അതാണ് സോമവാരം എന്നാണ് പറയാം. നമ്മൾ ഓരോ ആഴ്ചയ്ക്കും ഓരോ ദേവന്മാരുണ്ട്. അപ്പോൾ ഞായറാഴ്ചയ്ക്ക് നേരെ രവിവാരം, രവിച്ച സൂര്യൻ എന്ന് പറയും. അപ്പോൾ ഞായറാഴ്ചയാണ് സൂര്യാരാധനയ്ക്ക് പറ്റിയ ദിവസം. തിങ്കളാഴ്ചയാണ് സോമൻ്റെ ദിവസം. അതാണ് സോമവാരം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ആരാധിച്ചാൽ കൂടുതൽ ഫലമാണ്. എല്ലാ ദിവസവും ആരാധിക്കാം. അപ്പോൾ ചന്ദ്രനെ ആരാധിക്കാനായിട്ട് തിങ്കളാഴ്ച, അതാണ് സോമവാരം എന്ന് പറയാൻ കാരണം. ആ സോമവാരത്തിൽ നമുക്ക് ആരാധിക്കാം. അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങൾക്ക് ഇപ്പോൾ നേരെ ചൊവ്വ, അത് ഭൗമവാരം എന്ന് പറയും. ഭൂമിസൂതനാണ്. അപ്പം ഭൗമവാരം, പിന്നെ ബുധവാരം, അങ്ങനെ പോകും. അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് നവഗ്രഹങ്ങൾക്ക്. അപ്പം അതിൽ നേരെ ചന്ദ്രനെ ആരാധിക്കാൻ നേരെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ച ആരാധിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയുടെ മറ്റൊരു പ്രാധാന്യം എന്താണ്? ഓരോരോ ദേവന്മാർക്കും ഓരോരോ ദിവസങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്.
നമ്മുടെ ആചാര്യന്മാരും അനുഷ്ഠാനങ്ങളിലൊക്കെ തന്നെ ഓരോ ദേവന്മാർക്കും ഓരോ ദിവസങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച സൂര്യൻ്റെ ദിവസം എന്നാണ് പറയുക. അതാണ് നമ്മുടെ സമ്പ്രദായം. ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്. തിങ്കളാഴ്ച സാധാരണഗതിക്ക് നേരെ ചന്ദ്രൻ്റെ ദിവസമാണ്. അപ്പോൾ ആ സൂര്യനും അതേപോലെ ശിവനും. അപ്പോൾ ഞായറാഴ്ച ശിവൻ്റെ ദിവസമായിട്ടാണ് പറയുക. തിങ്കളാഴ്ച നേരെ ദുർഗയുടെ ദിവസമാണ്. അതാണ് സോമവാരം, ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സാധാരണ നമ്മളെ തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ എടുക്കും. അവിടെ നേരെ ശിവന്റെ ക്ഷേത്രത്തിലാണ് പോവുക. കാരണം ശിവനും പാർവതിയും കൂടിയിരിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ പാർവതി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുമ്പോൾ തിങ്കളാഴ്ച വ്രതത്തിന് നേരെ ശരിക്ക് ചന്ദ്രൻ്റെ ആ വാരാണ്. ചന്ദ്രനെ ആരാധിക്കുന്ന ദുർഗയാണ്. അപ്പോൾ തിങ്കളാഴ്ചയുടെ ദേവത ദുർഗയാണ്, ഗ്രഹം ചന്ദ്രനാണ് എന്നാണ്. അതാണ് പൗർണമിക്കും നമുക്ക് ആ ദുർഗ ആരാധന കാണാം. അപ്പോൾ അതാണ് തിങ്കളാഴ്ചയുടെ പ്രാധാന്യം. അപ്പോൾ സോമായ നമ എന്ന് തിങ്കളാഴ്ച പറഞ്ഞാൽ ദുർഗ പ്രസാദിക്കും, അതേപോലെ ചന്ദ്രനും പ്രസാദിക്കും. അതാണ് നേരെ നമുക്ക് മനസ്സിന് ഒരു ഉറപ്പ് കിട്ടാനുള്ള കാരണം.